ഇന്ന് അടുക്കളയിൽ മെയിൻ താരം ദാ ഈ കയ്യിരിക്കുന്ന ദിവനാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങാക്കയാണ്. അപ്പോൾ മുരിങ്ങാക്ക വെച്ചിട്ടുള്ള റെസിപ്പീസാണ് ഇന്ന് രണ്ടെണ്ണം. ഇന്ന് മീൻ വാങ്ങിക്കുന്നില്ല. ആദ്യം തന്നെ മുരിങ്ങാക്ക തീയലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് വയ്ക്കുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങാക്കായും ചക്കക്കുരുവും കൂടെയുള്ള തോരനുണ്ടല്ലോ. ഇപ്രാവശ്യം മുരിങ്ങാക്ക കിട്ടിയിട്ട് അത് വച്ചതേ ഇല്ല. അപ്പോൾ പിന്നെ ഇന്നത് കയ്യോടെ വയ്ക്കാമെന്ന് വെച്ചു. ഈ ചക്കക്കുരു കൊണ്ടുള്ള ഐറ്റംസൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും അത് വൃത്തിയാക്കാൻ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ നല്ല റിസ്ക്കാണ് കേട്ടോ. അത് ഒരു മെനക്കെട്ട പരിപാടി തന്നെയാണ്. അപ്പോൾ അമ്മ ഇവിടെ തോരൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ നേരെ പോയത് കുറച്ച് ക്ലീനിങ് പരിപാടിയിലേക്കാണ്. ഇത് അമ്മയുടെയൊക്കെ മുറിയിൽ ഇരുന്ന സ്റ്റാൻഡാണ്. ഇതിൻ്റെ അവസ്ഥ ഇപ്പം കണ്ടില്ലേ, കണ്ട കടച്ചാതെ ആക്രികളെല്ലാം അതിൽ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആക്രികളല്ല, അത് സ്പാനർ, പ്ലെയർ, വയറ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളാണ്. പക്ഷെ അതെല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് നല്ല രീതിയിൽ പൊടിയും അഴുക്കുമൊക്കെ അങ്ങോട്ട് കെട്ടിയ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസം കൂടെ ഇന്ന് നല്ല പോലെ അങ്ങോട്ട് കഴുകി ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പണിയെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. 12:30 ആയപ്പോഴത്തേക്ക് തീയലും മുരിങ്ങയൊക്കെ ചക്കക്കുരു തോരനും എല്ലാം കൂടി കൂട്ടി നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. മീനില്ലെങ്കിലും നല്ല ഊണ് തന്നെയായിരുന്നു. അപ്പം ബൈ.